ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരാൾക്ക് വയറിങ്ങിൻ്റെ ലൈസൻസ് എടുക്കാമെന്ന്. വയറിങ്ങിൻ്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് വയറിംഗ് മാൻ പെർമിറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ നമുക്കൊരു അപ്പൻഡിക്സ് രജിസ്റ്റർ ചെയ്യണം ഒരു കൊല്ലം മുമ്പ്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വയറിങ്ങിന് ആവശ്യമായ പേപ്പേഴ്സ് പൂരിപ്പിക്കാണ്ട് ഇത് പരീക്ഷയ്ക്ക് ആവശ്യമായ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. പരീക്ഷ എന്നാണെന്നുള്ളത് ആ പേപ്പറിൽ പ്രാക്ടിക്കലിൻ്റെ പേപ്പർ കിട്ടും, അതുപോലെ ആൾ ടിക്കറ്റിൻ്റെ പേപ്പർ, അതുപോലെ പ്രാക്ടിക്കൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് തിയറിൻ്റെ പേപ്പർ കിട്ടും. പിന്നെ അതിന് വേണ്ടിയുള്ള എല്ലാ പേപ്പേഴ്സും നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഒക്കെ പൂരിപ്പിച്ചതിന് ശേഷം നമ്മൾ അത് അയച്ചു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ച് അയക്കുക. അത് അയക്കുമ്പോൾ അയക്കുക എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ അപ്പൻഡിക്സ് രജിസ്റ്റർ ചെയ്ത ആളെ ഒരു കൊല്ലത്തിന് ചെയ്ത വർക്ക് ഉഷാറാന്നുള്ളൊരു പേപ്പർ അവിടെ നിന്ന് കിട്ടാണ്ട്, പിന്നെ നമുക്ക് അതിന് വേണ്ടി ചെലാൻ എടുക്കാണ്ട്. അപ്പോൾ ആ ചെലാൻ എടുക്കുക. പിന്നെ 2 കത്തിൻ്റെ കവറ് നമ്മൾ എഴുതിയിട്ട് നമ്മളെ പേരും അഡ്രസ്സും നമ്മളെ പേരിൽ എഴുതിയാണ്ട് അതിൽ വെക്കാണ്ട്. വലിയ കവർ വാങ്ങിയിട്ട് 2 ചെറിയ കവറ് അതിൽ നമ്മളെ അഡ്രസ്സ് ക്ലിയറായിട്ട് എഴുതുക. എന്നിട്ട് അത് തിരിച്ച് നമുക്ക് വരുന്ന രീതിയിൽ നമ്മൾ എഴുതി വിടേണ്ടതാണ്. അങ്ങനെ വരും. നമുക്ക് ആൾ ടിക്കറ്റ് ഫസ്റ്റത്തെ തിയറിൻ്റെ എക്സാമിൻ്റെത് നമുക്ക് വരും പരീക്ഷയ്ക്ക് മുമ്പായിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ഏത് സ്ഥലത്താണോ അവിടെ പോയിട്ട് പരീക്ഷ എഴുതുക. തിയറി കിട്ടി പാസ്സായതിന് ശേഷം ചോദ്യങ്ങൾക്ക് 100 ചോദ്യം ഉണ്ടാവും. 100 ചോദ്യങ്ങളിലേക്ക് 40 എണ്ണത്തിന് ജയിച്ചാൽ മതി. ഒക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷനുകൾ ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി, പൂരിപ്പിച്ച് കൊടുത്താൽ മതി. അതുപോലെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് 2 മാസം കഴിഞ്ഞാൽ പ്രാക്ടിക്കലിൻ്റെ നമ്മൾ അയച്ച കവർ വരും. അപ്പോൾ അത് എനിക്കത് വന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് സ്റ്റേഷനിൽ പോയാണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവിടെ പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് അടിച്ചു തന്ന്. അത് കഴിഞ്ഞ് പരീക്ഷൻ്റെ 2-ാം ദിവസം തന്നെ പരീക്ഷേൻ്റെ തലേന്ന് മറ്റേ കവർ വന്നു, എവിടെ ഏത് സ്കൂളിലാണെന്നുള്ളത്. അപ്പം ആ കവറും വാങ്ങിയിട്ട് നമ്മൾ പോവുക. അതിൽ എഴുതിയിട്ടുണ്ടാവും എന്തൊക്കെ സാധനങ്ങൾ വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അതിനാവശ്യമായ ജംഗ്ഷനുകൾ, അതേപോലെ ബെൻഡ്, 2 ബൾബ് ഓർഡർ, 4 ഗ്യാൻ ബോക്സ് 2 എണ്ണം, ഒരു ഫ്യൂസ്, ഒരു ന്യൂട്രൽ ലിങ്ക്, ഇൻസുലേഷൻ ടേപ്പർ, കോപ്പർ, അതുപോലെ ബ്ലാക്ക് വയർ, റെഡ് വയർ, അങ്ങനെ കളർ വയറുകൾ എടുത്തുകൊണ്ടിരുന്നാൽ ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. അതൊക്കെ റൗണ്ട് ബ്ലോക്ക്, പിന്നെ ടൂൾസായ പ്ലെയർ, ടെസ്റ്റർ, സ്റ്റിപ്പർ, സ്ക്രൂകൾ, പല ടൈപ്പിൽ സ്ക്രൂകളും എടുത്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ കഴിയും. അവിടെ പോയി കഴിയുമ്പോൾ തപ്പി പിടിക്കാതെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ആ റൗണ്ട് ബ്ലോക്കൊക്കെ ചെയ്യുമ്പോൾ 1.5 സ്ക്രൂ, 2 ഇഞ്ച് സ്ക്രൂ ഒക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തലേന്നേ എടുത്ത് വെക്കുക. രാവിലെ നമ്മൾ പിന്നെ അതിന് വേണ്ടി മണ്ടാൻ നിൽക്കരുത്. ഒരു ഫ്യൂസ്, ഒരു ന്യൂട്രൽ ലിങ്ക്, അതൊക്കെ മസ്റ്റായിട്ടുണ്ടായ ഉഷാറാവും. അവർ ആദ്യം നമുക്ക് ഒരു ഗ്രാഫ് പറഞ്ഞുതരും. ആ ഗ്രാഫിന് പോലെ തന്നെ നമ്മൾ ഡയഗ്രാം വരച്ച് കൊടുക്കുക. ഡയഗ്രാം അറിയാത്തവർ ഗൂഗിളിലൊക്കെ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഡയഗ്രാം വരക്കേണ്ടി എന്നുള്ള. എച്ച് ടൈപ്പിൽ തന്നെ വരണം. എച്ച് ടൈപ്പിൽ ഡയഗ്രാം വരച്ച് പഠിച്ച് നല്ല പോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോവാൻ. തിയറിയിൽ കിട്ടിയരിച്ച് പ്രാക്ടിക്കൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2ലും കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ളവരൊക്കെ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ലൈസൻസ് എടുത്ത് വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളിങ്ങനെ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ വളരെ കളർ റെക്കോർഡിംഗ് ഒക്കെ നോക്കിയിട്ട് വയർ കൊണ്ടുപോകാമായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ കഴിയും. അപ്പോൾ ഒരു ചെറിയ തോതിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ വിവരിച്ചത്. വിശദമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിന് ചേർന്ന് പഠിക്കാവുന്നതാണ്. 6 ദിവസം 7 ദിവസം നിൽക്കുന്ന ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉഷാറായിട്ട് അവരെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ലൈസൻസും എടുത്തിട്ട് എന്നിട്ട് പ്രാക്ടിക്കലിൽ പോവുക. എല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് ഒറ്റയടിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് ആ ഫോട്ടോസ്. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താണ്. എല്ലാവരും വന്നിട്ട് ജംഗ്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഉഷാറായി ചെയ്യും.